വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കാൻ മുനമ്പത്ത് ഇന്ന് നന്ദി മോദി എന്ന പേരിൽ പ്രത്യേക പരിപാടി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് എത്തും. സമരക്കാരെയും മതമേലധ്യക്ഷന്മാരെയും കാണും. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, അന്ന് പാർലമെന്റിൽ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമൊക്കെ ഈ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ, അത് നിയമമായപ്പോഴൊക്കെ മുനമ്പത്തുകാരുടെ സന്തോഷം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ മന്ത്രി അത് അവതരിപ്പിച്ച ശേഷം ആദ്യമായി മുനമ്പത്ത് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സന്തോഷം അത് ഇരട്ടിയാകാൻ തന്നെയല്ലേ സാധ്യത? വലിയൊരു ആഘോഷമാക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ശ്രീജ, മുനമ്പത്ത് വലിയൊരു ആഘോഷം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ നിയമ ഭേദഗതി ബില്ല് ഇത്തരത്തിൽ ലോക്സഭയിലും പാർലമെന്റിലും അവതരിപ്പിച്ചതിന് ശേഷവും, അതുപോലെ തന്നെ ഈ രണ്ട് പാർലമെന്റുകളിലും ഇത്തരത്തിൽ ഈ നിയമം പാസ്സായതിനു ശേഷവും വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഇത്തരത്തിൽ ഈ മുനമ്പം ജനതയിൽ നിന്നും കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജിജുവിനും ഉണ്ടായിരുന്നത്. ഇന്ന് 11 മണിയോടുകൂടി ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം നേരെ ബിഷപ്പ് ഹൗസിലേക്കാണ് പോകുക. ഇത്തരത്തിൽ ബിഷപ്പ് ഹൗസിലെ വൈദികരുമായി ചർച്ചകൾ നടത്തും. അതായത് ക്രൈസ്തവ സമൂഹം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയൊക്കെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് ഇത്തരത്തിൽ 1 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടി കിരൺ റിജിജു മുനമ്പത്തെത്തുമെന്നാണ് കരുതുന്നത്. മുനമ്പത്തെത്തുന്ന കിരൺ റിജിജുവിനെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടെ തന്നെ സ്വീകരിക്കാൻ തന്നെയാണ് നിലവിൽ സമരസമിതിയും അതുപോലെ തന്നെ ജനതയും അവിടെയുള്ള ഒന്നടങ്കമുള്ള ജനതയും തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനോടകം കണ്ടതാണ് ഇത്തരത്തിൽ ഈ പാർലമെന്റുകളിൽ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം വലിയ ആഘോഷങ്ങൾ തന്നെയായിരുന്നു. ആ രാത്രി പോലും അത്തരത്തിൽ ഈ ബില്ല് പാസ്സാകുന്ന, ലോക്സഭയിൽ ബില്ല് പാസ്സാകുന്ന ആ രാത്രി പോലും ഏതാണ്ട് 2 മണിയോടുകൂടി വലിയ ആഘോഷങ്ങളാണ് നീണ്ടു നിന്നത്. പുലർച്ചെ വരെ ഉണ്ടായിരുന്ന ആഘോഷങ്ങളായിരുന്നു. ആഘോഷങ്ങൾ നീണ്ടു നിന്നിരുന്നു. നിലവിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ മുനമ്പം സന്ദർശിക്കുകയുണ്ടായി. അവർക്കും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. തുടക്കം മുതലേ തന്നെ ഇത്തരത്തിൽ ഈ സമരസമിതി നേതാക്കൾ പറഞ്ഞു വന്നിരുന്നത്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കൂടെ നിന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ BJP സർക്കാരാണ്, BJP ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ പൂർണ്ണമായ പിന്തുണ നൽകിയത് BJP സർക്കാർ മാത്രമായിരുന്നു. ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഇടതുപക്ഷവും സർക്കാരും സംസ്ഥാന സർക്കാരും തങ്ങൾക്ക് വലിയ രീതിയിൽ പിന്തുണ തന്നില്ല, അല്ലെങ്കിൽ തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ആദ്യം മുതലേക്ക് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും വിഷയം പാർലമെന്റിലേക്ക് കടന്നതോടുകൂടി ഈ പാർലമെന്റിൽ എത്തിയ ബില്ലിനെ കോൺഗ്രസിലെ അടക്കമുള്ള MP മാർ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മുനമ്പം ജനത പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈബീഡിനെതിരെയൊക്കെ ഈ സമയത്ത് ഇത്തരത്തിൽ മുനമ്പം ജനത ഒന്നടങ്കം വന്നിരുന്നു. നിലവിൽ പ്രധാനമായും CPM അതുപോലെ ഇപ്പോൾ കോൺഗ്രസും ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്, BJP ഇവിടെ മുനമ്പത്ത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുകയാണ്, നുഴഞ്ഞു കയറുകയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് CPM-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വരുന്നത്. എങ്കിൽ കൂടിയും ഈ മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ 50ഓളം ആളുകളാണ് BJP-യിൽ പുതിയ അംഗത്വം എടുത്ത് മാറുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നുമുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ പ്രചരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണ്ടാണ്, BJP-യുടെ ഇടപെടലുകളും പ്രചരണങ്ങളും, അതായത് ഈ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എത്തുന്നതടക്കം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്നാണ് പ്രധാനമായും പറയുന്നത്. ഇത് തന്നെയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പം സാരംഗ്, ഈ പറഞ്ഞതുപോലെ BJP കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് എത്തുമ്പോൾ BJP-യും അത് വലിയ തോതിൽ ഒരു ആഘോഷമാക്കാൻ തന്നെയല്ലേ സാധ്യത? എല്ലാ നേതാക്കളും ഇന്ന് ഏതൊക്കെ നേതാക്കളാകും പ്രധാനമായും അദ്ദേഹത്തോടൊപ്പം ഇന്ന് മുനമ്പത്ത് എത്തിച്ചേരുക? ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമുള്ള പ്രാദേശിക തലത്തിലുള്ള എല്ലാ നേതാക്കളും ഇന്ന് അവിടെ മുനമ്പത്തുണ്ടായിരിക്കും. അതായത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അർപ്പിക്കാനാണ് പ്രധാനമായും ഈ മുനമ്പം ജനത കരുതുന്നത്. അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിക്കും, അതായത് ഈ നിയമഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കിരൺ റിജിജുവിനും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ്, അതായത് നന്ദി മോഡി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള മുനമ്പത്ത്. അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഇത്തരത്തിൽ ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരുന്നത്. ഇത് വലിയ രീതിയിലുള്ള BJP-ക്ക് കൂടി ഒരു വലിയ രീതിയിലുള്ള നേട്ടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഗുണം സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ രീതിയിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ്
ഈ ഇത്തരത്തിൽ BJP-യും തീരുമാനിച്ചിട്ടുള്ളത്. BJP-യുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിനോടകം തന്നെ രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി തുടങ്ങിയ BJP സംസ്ഥാന അധ്യക്ഷനും BJP കേന്ദ്രമന്ത്രിയും ഒക്കെ എത്തിയിരുന്നു. ഇനി തുടർന്നും ഇത്തരത്തിൽ വലിയ സംഭവങ്ങൾ ഈ BJP-യുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇത്തരത്തിൽ ഈ മുനമ്പം ജനതയ്ക്ക് പ്രധാനമായിട്ടും ഈ കിരൺ റിജിജുവിൽ നിന്ന് അറിയേണ്ടത് ഈ രണ്ട് പാർലമെന്റുകളിലും, അതായത് ലോകസഭയിലും രാജ്യസഭയിലും ഈ നിയമം പാസ്സായെങ്കിൽ പോലും എന്നാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക. അതായത് വ്യക്തമായ ഒരു ഉറപ്പ് ഇത്തരത്തിൽ ഈ മുനമ്പം സമരസമിതിക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഈ കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിക്കണം. തങ്ങൾക്ക് ഏതു കാരണവശാലും ഈ സ്ഥലത്തു നിന്നും മുനമ്പത്തു നിന്നും പടിയിറങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൽ നിന്ന് തന്നെ നേരിട്ട് അറിയണം എന്നൊരു ആവശ്യം കൂടി ഇത്തരത്തിൽ ഈ മുനമ്പം ജനത ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുനമ്പം സമരസമിതിയുമായി ഇന്ന് കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തും. തുടർന്നുള്ള നടപടികൾ, മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളടക്കം നമുക്ക് എന്തായാലും ഇന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും.